നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോനു CPIM ഒലവക്കോട് ആലങ്കോട് ബ്രാഞ്ച് സെക്രട്ടറി. സൂര്യകല 12ാം തരം തുല്യതാ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടി. രാഹുൽ ഗാന്ധിയെ അവഹേളിക്കുന്ന തരത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയതിൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം. നിർഭയ കേന്ദ്രത്തിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. CPIM ഒലവക്കോട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ആലങ്കോട് ബ്രാഞ്ച് സമ്മേളനം ഒലവക്കോട് ലാൽ ടവറിൽ വെച്ച് നടന്നു. നമ്മുടെ പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസ്, ആ പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, അങ്ങനെ മറ്റ് സമ്മേളനങ്ങൾ നടന്നു തീരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒലവക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ ആദ്യത്തെ ബ്രാഞ്ച് സമ്മേളനമാണ് നമ്മുടെ ആലങ്കോട് ബ്രാഞ്ച് സമ്മേളനം. ആ ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ആദ്യമായിട്ടുള്ള പതാക ഉയർത്തൽ നടപടിക്രമങ്ങൾ നടക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും, പിന്നെ നമ്മുടെ വർഗ ബഹുജന സംഘടനാ നേതാക്കന്മാർ, സഖാക്കൾ, നാട്ടുകാർ എല്ലാവരും ഈ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് ആലങ്കോട് ബ്രാഞ്ച് സമ്മേളനം ചേർന്നത്. CPIM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം U ബഷീർ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. ബഹുജന പങ്കാളിത്തത്തോടെയാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത്. പ്രതിനിധി സമ്മേളനം CPIM പാലക്കാട് ഏരിയ സെന്റർ അംഗം അജിത് സക്കറിയ ഉദ്ഘാടനം ചെയ്തു. വി രാജൻ പ്രതിനിധി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി മോനു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPIM ഒലവക്കോട് ലോക്കൽ സെക്രട്ടറി ദിലീപ്, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ സന്തോഷ്, ഫജറുദ്ദീൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബ്രാഞ്ച് സെക്രട്ടറിയായി മോനുവിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. 12ാം തരം തുല്യതാ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ സൂര്യകല നാടിന് അഭിമാനമായി. സ്വപ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമാണ് സൂര്യകല തിളക്കമാർന്ന വിജയം കൈവരിച്ചത്. ഒറ്റപ്പാലം ലക്കിടി കല്യാൺ ഹൌസിലെ സൂര്യകലയ്ക്ക് ഇപ്പോൾ ആശംസാ പ്രവാഹമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പന്ത്രണ്ടാം തരത്തിൽ സമ്പൂർണ്ണ A+ നേടിയ ജില്ലയിലെ ഏക പഠിതാവ് കൂടിയാണ് സൂര്യകല. 2 വർഷം മുമ്പ് 10ാം തരം തുല്യതാ പരീക്ഷയിലും മികച്ച വിജയം ഈ മിടുക്കിയായ പെൺകുട്ടി കരസ്ഥമാക്കിയിരുന്നു. 8 A+ഉം 1 Aയുമാണ് നേടിയത്. തുടർന്ന് മാങ്കുറിശി ബ്രാഞ്ച് അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു. ഔദ്യോഗിക ആവശ്യത്തിന് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നതിനാലാണ് 12ാം തരം തുല്യതാ ക്ലാസ്സിൽ ഹ്യൂമാനിറ്റീസിൽ ചേർന്ന് പഠിച്ചത്. ഒറ്റപ്പാലം നഗരസഭയിലെ തുല്യതാ പഠന കേന്ദ്രത്തിലാണ് സൂര്യകല പഠനം പൂർത്തീകരിച്ചത്. ഏത് മേഖലയിലും കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം കരസ്ഥമാക്കാമെന്നതിന് തെളിവുകൂടിയാണ് സൂര്യകല നേടിയ ഈ അംഗീകാരം. രാഹുൽ ഗാന്ധിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയിൽ അസ്വസ്ഥരായി വിദ്വേഷ പരാമർശം നടത്തിയ BJP, ശിവസേന നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകണമെന്ന് കോൺഗ്രസ്. ഇന്ത്യയെയും രാജ്യവും ഭയപ്പെടാതെ മുന്നിൽ നിന്ന് നയിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ രക്തമാണ് രാഹുലിന്റെ സിരകളിലും ഓടുന്നത്. ഭയപ്പെടുത്തി നിശബ്ദനാക്കാമെന്നത് വർഗീയ പ്രസ്ഥാനങ്ങളുടെ വ്യാമോഹമാണ്. വിദ്വേഷ പരാമർശത്തിനെതിരെ DCCയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ നേതാക്കളുടെയും ഈ പ്രവർത്തികൾക്കെതിരെ പറഞ്ഞ് അവസാനം രാഹുൽ ഗാന്ധിയുടെ നാവരിയും എന്നിവരെ പറഞ്ഞ DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ V രാമചന്ദ്രൻ, G ശിവരാജൻ, അംബുജാക്ഷൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, പ്രിയകുമാർ, K ഭവദാസ്, അസീസ് പട്ടാമ്പി, മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, അനിൽ ബാലൻ, SM താഹ, സേവ്യർ നേതാക്കളായ സുധാകരൻ പ്ലാക്കാട്ട്, ബോബൻ മാട്ടുബന്ത, ഹരിദാസ് മച്ചിങ്ങൽ, PR പ്രസാദ്, പുത്തൂർ രാമകൃഷ്ണൻ, നഗരസഭാ അംഗങ്ങളായ A കൃഷ്ണൻ, B സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. സർക്കാരിന് കീഴിലുള്ള നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ 3 പെൺകുട്ടികളെയും കണ്ടെത്തി.
തമിഴ്നാട്ടിലെ ബന്ധുവീട്ടിൽ നിന്നാണ് 14-കാരിയെ കണ്ടെത്തിയത്. രാവിലെ നാട്ടുകൾ ഭാഗത്തു നിന്നും 17-കാരിയെ കണ്ടെത്തിയിരുന്നു. 17-കാരിയുമായി മറ്റൊരു പെൺകുട്ടി ഇന്നലെ ഉച്ചയോടെ സ്വന്തം വീട്ടിൽ എത്തുകയായിരുന്നു. 17 രാത്രിയാണ് ജില്ലാശുപത്രിക്ക് സമീപത്തെ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് സുരക്ഷാ ജീവനക്കാരന്റെ കണ്ണുവെട്ടിച്ച് മൂവരും പുറത്തുപോയത്. ഇതിൽ 2 പേർ പോക്സോ അതിജീവിതകളാണെന്നും പോലീസ് പറഞ്ഞു. 4 ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഇവർ പുറത്തുപോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന ആഗ്രഹം കൊണ്ടാണ് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് ആദ്യം വീട്ടിലെത്തിയ പെൺകുട്ടി പോലീസിനെ അറിയിച്ചത്. CPIM വാൽപ്പറമ്പ് ബ്രാഞ്ച് സമ്മേളനം നടന്നു. പാർട്ടി മുതിർന്ന അംഗം ബഷീർ പതാക ഉയർത്തി. ബ്രാഞ്ച് സെക്രട്ടറി കെ സുകുമാരൻ സ്വാഗതം ആശംസിച്ചു. LC സെക്രട്ടറി കെ സുകുമാരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. VK ജയപ്രകാശ്, നൂർ മുഹമ്മദ്, K വിജയകുമാർ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. കെ സുകുമാരൻ പാങ്ങലിനെ ബ്രാഞ്ച് സെക്രട്ടറിയായി സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. മഹിളാ കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി സുബൈദ മുഹമ്മദ്, പാലക്കാട് ജില്ലയുടെ ചാർജ് വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസിന്റെ മുന്നിലുള്ളത്. ഒന്നാമത്തേത്, നമ്മളിവിടെ ദേശീയ അധ്യക്ഷ അൽക്കാൽ അംബാജിയുടെ നിർദ്ദേശം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JP മേത്തർ MP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ തുടങ്ങിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ യോഗത്തിന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ M പത്മഗിരീഷ്, KU അംബുജാക്ഷൻ, മഹിളാ കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ TD ഗീത ശിവദാസ്, PP ഇന്ദിരാദേവി ടീച്ചർ, PP പാഞ്ചാലി, VK റഹ്മത്ത്, ജില്ലാ ട്രഷറർ ഉഷ പാലാട്ട്, ജില്ലാ ഭാരവാഹികളായ B പ്രീത, സാവിത്രി കേശവൻ, പ്രേമ രാജേന്ദ്രൻ, പ്രീജ സുരേഷ്, A രമ, പുഷ്പവല്ലി നമ്പ്യാർ, പ്രേമലത മോഹൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. K ഷീബ സ്വാഗതവും വിജയലക്ഷ്മി നന്ദിയും പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവരും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ യോഗത്തിൽ സംബന്ധിച്ചു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ് ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വൈദ്യുതി ബിൽ മാസം തോറും നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് KCB. നിലവിലുള്ള ദ്വൈമാസ ബില്ലിംഗ് മാറ്റി മാസം തോറും ബിൽ നൽകണമെന്ന ആവശ്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിൽ ഉയർന്നിരുന്നു. എന്നാൽ ഇത് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ബാധ്യതയാകുമെന്നാണ് KCBയുടെ നിലപാട്. സംസ്ഥാനത്ത് 139 ലക്ഷം വൈദ്യുതി ഉപഭോക്താക്കളാണ് ഉള്ളത്. ഇതിൽ 1.46 ലക്ഷം വ്യാവസായിക ഉപഭോക്താക്കൾക്കാണ് പ്രതിമാസം ബില്ല് നൽകുന്നത്. 1,05,54,000 ഗാർഹിക ഉപഭോക്താക്കൾക്ക് ദ്വൈമാസ ബില്ലാണ് നൽകുന്നത്. 60 ഉപഭോക്താക്കൾക്ക് 1 മീറ്റർ റീഡറും 1 ഓവർസിയറും 2 ലൈൻമാനുമാണ് സെക്ഷൻ ഓഫീസിലുള്ളത്. ജില്ലയിൽ ഒന്നാം വിള കൊയ്ത്ത് ആരംഭിച്ചതോടെ തമിഴ്നാട്ടിൽ നിന്ന് കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തിത്തുടങ്ങി.
ചേറുള്ള പാടത്തും കൊയ്യാൻ സാധിക്കുന്ന ബെൽറ്റിലോടുന്ന യന്ത്രങ്ങളാണ് എത്തിക്കുന്നത്. മണിക്കൂറിന് 2400 മുതൽ 2600 രൂപ വരെയാണ് വാടക. ഒരു മണിക്കൂറിൽ ഒരേക്കർ പാടം കൊയ്യാൻ സാധിക്കും. യന്ത്രക്കൊയ്ത്തിൽ മെതിക്കേണ്ട ആവശ്യം വരുന്നില്ല. മുൻ വർഷത്തിനേക്കാൾ വലിയ തോതിൽ വാടക കൂട്ടിയിട്ടില്ലെന്നത് ഇക്കുറി കർഷകർക്ക് ആശ്വാസകരമാണ്. പാടത്ത് ചേറുണ്ടെങ്കിൽ ടയറിൽ ഓടുന്ന കൊയ്ത്തു യന്ത്രങ്ങൾ ഇറക്കാനാകില്ല. പാലക്കാട് രണ്ടാം വിളയിൽ മാത്രമേ ടയർ കൊയ്ത്ത് യന്ത്രങ്ങൾ ഉപയോഗിക്കാനാകൂ. തമിഴ്നാട്ടിൽ ദീപാവലിയോടടുത്ത് ഒക്ടോബർ അവസാനത്തോടെ മാത്രമേ കൊയ്ത്ത് സജീവമാകൂവെന്ന് കർഷകർ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഒക്ടോബർ പകുതി വരെ യന്ത്രങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്നാണ് പ്രതീക്ഷ. ഏജന്റുമാർ മുഖേനയാണ് കൊയ്ത്ത് യന്ത്രം എത്തിക്കുന്നത്. ഇത് ഓടിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ചവർ വേണം. ഇത്തരം ഡ്രൈവർമാർക്ക് മണിക്കൂറിന് 250-300 രൂപയാണ് വേതനം. ഉത്തരേന്ത്യക്കാരും കൊയ്ത്ത് യന്ത്രത്തിന്റെ ഡ്രൈവർമാരായി എത്തുന്നുണ്ട്. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ കൊയ്ത്ത് സജീവമാകും. ഇപ്പോൾ ലഭിക്കുന്ന വെയിൽ കൊയ്ത്തിന് സഹായകരമാണ്. അനുകൂല കാലാവസ്ഥയിൽ പരമാവധി കൊയ്ത്ത് നടത്താൻ പാടശേഖരങ്ങളും ഒരുക്കം തുടങ്ങി. ആലത്തൂരിൽ KD പ്രസന്നൻ MLA നേതൃത്വത്തിലുള്ള നിറ പദ്ധതി വഴി മണിക്കൂറിന് 2300 രൂപ വാടക നിരക്കിൽ ആ മേഖലയിൽ കൊയ്ത്ത് യന്ത്രം ലഭ്യമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിന് പുറമെ കർണാടകയിൽ നിന്നും പാലക്കാട്ടേക്ക് കൊയ്ത്ത് യന്ത്രങ്ങൾ എത്താറുണ്ട്. ഒക്ടോബർ അവസാനത്തോടെ ജില്ലയിൽ പരമാവധി കൊയ്ത്താകും. കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിലെ നിലവിലെ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടാനുള്ള നിർമ്മാണം പുരോഗമിക്കും. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം 130 മീറ്റർ നീളം കൂട്ടും. നിലവിൽ 650 മീറ്ററാണ് നീളം. അമൃത എക്സ്പ്രസിന്റെ അവസാനത്തെ 3 ബോഗികൾ നിൽക്കുന്നത് പ്ലാറ്റ്ഫോം ഇല്ലാത്തയിടത്തായതിനാൽ യാത്രക്കാർക്ക് ഇറങ്ങാനും കയറാനും പ്രയാസമുണ്ട്. ഇത് പരിഹരിക്കാനാണ് നീളം കൂട്ടുന്നത്. പണി പൂർത്തിയാകുന്നതോടെ കൂടുതൽ ബോഗികളുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കാനാകും. നിലവിൽ അമൃത എക്സ്പ്രസും തിരുച്ചെന്തൂർ എക്സ്പ്രസുമാണ് ഇവിടെ നിർത്തുന്നത്. ഓണം അവധി ആഘോഷിക്കാനായി നെല്ലിയാമ്പതിയിൽ സഞ്ചാരികളുടെ തിരക്ക്. തുടർച്ചയായ അവധി ദിവസങ്ങൾ ആഘോഷിക്കാനായി നെല്ലിയാമ്പതിയിലെ എല്ലാ റിസോർട്ടുകളും മുൻകൂട്ടി ബുക്ക് ചെയ്ത സഞ്ചാരികളുടെ തിരക്കിലമർന്നു. ഒരു ദിവസത്തിനായി മാത്രം സന്ദർശനത്തിനെത്തിയ സഞ്ചാരികളുടെ വാഹന തിരക്ക് മൂലം പുലയംപാറ സീതാർകുണ്ട റോഡിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലും മറ്റു വലിയ വാഹനങ്ങളിലും എത്തിയവരാണ് ഏറെ ബുദ്ധിമുട്ടിയത്. ഇടുങ്ങിയ എസ്റ്റേറ്റ് റോഡുകളായതിനാൽ മിക്കയിടത്തും വാഹനങ്ങൾക്ക് പരസ്പരം വശം കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി. ആനമട മിന്നാമ്പാറ ഭാഗങ്ങളിലേക്ക് നടത്തുന്ന സഫാരി ജീപ്പ് സർവീസുകാരുടെ വാഹനങ്ങളും സഫാരി ജീപ്പിൽ കയറിയ യാത്രക്കാരുടെ വാഹനങ്ങളും പുലയംപാറ റോഡരികിലും ഓറഞ്ച് ഫാം പരിസരത്തും നിർത്തിയിട്ടത് ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടി. ഇടവേള. ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും. ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 25 വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ 916 HUID ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം. സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡേങ്. സ്വർണ്ണ ആയിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്ത തുടരുന്നു. അട്ടപ്പാടി അസിസി നിലയത്തിൽ ഓണവിരുന്നും സ്നേഹകൂട്ടായ്മയും സംഘടിപ്പിച്ചു. അട്ടപ്പാടി അസിസി നിലയത്തിൽ വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷൻ സ്നേഹസംഗമവും ഓണവിരുന്നും സംഘടിപ്പിച്ചു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പരിപാടി അഗളി സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഖയ്യൂം ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് വേൾഡ് നാഷണൽ ചെയർമാൻ മുഹമ്മദ് അൻസാരി അധ്യക്ഷനായി. ഫാദർ ജോസ് ചെനിയറ മുഖ്യാതിഥിയായി. വോയിസ് ഓഫ് വേൾഡ് ജില്ലാ സെക്രട്ടറി അബ്ദുറപ്പ് മാഷ്, ബഷീർ ചാലിയം, അജി, ഹസീന തേങ്കുറിശി, സക്കീർ മലബാർ, ഷൈജു, സുബി പാലക്കാട്, മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ്ലീമ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് അഗളി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അബ്ദുൾ ഖയ്യൂമിനെയും പരിപാടിയുടെ മുഖ്യ സ്പോൺസർമാരായ എഞ്ചിനീയർ ഷിജു, ഹസീന തേങ്കുറിശി എന്നിവരെയും വോയിസ് ഓഫ് വേൾഡ് ആദരിച്ചു. കേരളത്തിൽ നിപ്പ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിർത്തി ജില്ലയായ കോയമ്പത്തൂരിലേക്ക് കടക്കുന്ന എല്ലാ ചെക്ക് പോസ്റ്റുകളിലും വാഹന പരിശോധന വ്യാപകമാക്കി. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് കോയമ്പത്തൂർ ജില്ലാ ഭരണകൂടമാണ് പരിശോധനയ്ക്ക് ഉത്തരവിട്ടത്.
ആരോഗ്യ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അരുണയുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ ജില്ലയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വാളയാർ, ഗോവിന്ദാപുരം, ആനക്കട്ടി തുടങ്ങി 13 ചെക്ക് പോസ്റ്റുകളിലും കേരളത്തിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ റോഡിൽ തടഞ്ഞാണ് പനി പരിശോധന നടത്തുകയും വിലാസം എഴുതി വാങ്ങിയ ശേഷം കടത്തിവിടുകയും ചെയ്യുന്നത്. പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ മധുക്കരയിൽ പോലീസ് സഹായത്തോടെ വാഹനം തടഞ്ഞ ശേഷം ആരോഗ്യവകുപ്പ് പ്രവർത്തകർ പനി പരിശോധനയും പോകുന്ന സ്ഥലവും ചോദിച്ചറിഞ്ഞ് കടത്തിവിടുന്നുണ്ടെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മങ്കി പോക്സ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേരള ആരോഗ്യവകുപ്പുമായി ചോദിച്ചറിഞ്ഞ ശേഷം തമിഴ്നാട് ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ അറിയിക്കുമെന്ന് DD പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ തന്നെ മത്സരിച്ചത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനവും വിജയിപ്പിച്ചത് അവിടുത്തെ ജനങ്ങളുടെ തീരുമാനവുമായിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പരീക്ഷകളിലും കലാകായിക സാംസ്കാരിക രംഗങ്ങളിലും മികവ് തെളിയിച്ചവർക്ക് സ്മാർട്ട് പാലക്കാട് ഏർപ്പെടുത്തിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എൻഡോവ്മെന്റ് മെറിറ്റ് പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു ട്രസ്റ്റ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം. വിവിധ മേഖലകളിലെ പ്രതിഭകൾക്ക് കൈത്താങ്ങാകുകയും അനുമോദിക്കുകയും ചെയ്ത സ്മാർട്ട് പാലക്കാട് പദ്ധതി തുടരുമെന്നും ഷാഫി പറമ്പിൽ അറിയിച്ചു. ഗായകൻ ഹനാൻ ഷാ മുഖ്യാതിഥിയായി. ഖാദി ബോർഡ് മുൻ അംഗം C. ചന്ദ്രൻ, മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, പ്രായരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെറീന ബഷീർ, നഗരസഭാ അംഗങ്ങളായ സാജോ ജോൺ, മിനി ബാബു, അനുപമ പ്രശോഭ്, സ്മാർട്ട് പാലക്കാട് കോർഡിനേറ്റർ KS ജയഘോഷ്, അജാസ് കുഴൽമന്ദം എന്നിവർ പ്രസംഗിച്ചു. പ്രായം കുറഞ്ഞ പക്ഷി നിരീക്ഷക അനന്യ കൽപ്പാത്തി ഉൾപ്പെടെയുള്ളവരെ അനുമോദിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്ത തുടരുന്നു. പ്രമുഖ CITU നേതാവ് E. പത്മനാഭൻ ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി ഒരു കാരണവശാലും മാറ്റിവെക്കരുത്, നടത്തണം എന്ന് തീരുമാനിച്ചു. 34 വർഷം മുമ്പ് സഖാവ് EP പാലക്കാട് ജില്ലയിലെയും കേരള സംസ്ഥാനത്തെയും പ്രമുഖ തൊഴിലാളി നേതാവും സർക്കാർ ജീവനക്കാരുടെ അനിഷേധ്യ നേതാവും ശ്രീശോരം MLA-യുമായിരുന്ന E. പത്മനാഭന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കുപ്പം CITU ഹാളിൽ അനുസ്മരണ സമ്മേളനം ചേർന്നു. വിവിധ മേഖലകളിലെ തൊഴിലാളികളും ജീവനക്കാരും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. CITU സംസ്ഥാന സെക്രട്ടറി മുൻ MLA KK ദിവാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി മെമ്പർ SB രാജു സ്വാഗതം ആശംസിച്ചു. ജില്ലാ ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ, L. ഇന്ദിര, സുരേഷ് എന്നിവർ പങ്കെടുത്തു. K. ഹരിദാസ് നന്ദി പ്രകാശിപ്പിച്ചു. ഇനി ആരോഗ്യം. യൂറോപ്പിൽ കോവിഡിന്റെ പുതിയ വകഭേദം പടരുന്നതായി റിപ്പോർട്ട്. XEC എന്ന കോവിഡ് വകഭേദമാണ് പടരുന്നത്. നിലവിൽ യൂറോപ്പിൽ പ്രബലമായ KS 1.1, KP 3.3 എന്നീ മുൻകാല ഒമൈക്രോൺ സബ് വേരിയന്റുകളുടെ ഒരു ഹൈബ്രിഡാണ് XEC വേരിയന്റ്. അതേസമയം അതിവേഗമാണ് ഈ വകഭേദം പടർന്നു പിടിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ജൂണിൽ ജർമ്മനിയിലാണ് പുതിയ വേരിയന്റ് ആദ്യമായി കണ്ടെത്തിയത്. അതിനുശേഷം UK, US, ഡെൻമാർക്ക് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ XEC വേരിയന്റ് അതിവേഗം പടർന്നു പിടിച്ചു. ഇതുവരെ പോളണ്ട്, നോർവേ, ലക്സംബർഗ്, ഉക്രൈൻ, പോർച്ചുഗൽ, ചൈന എന്നിവയുൾപ്പെടെ
27 രാജ്യങ്ങളിൽ നിന്നുള്ള 500 സാമ്പിളുകൾ XEC കണ്ടെത്തിയതായി ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെൻമാർക്ക്, ജർമ്മനി, UK, നെതർലാൻഡ് എന്നിവിടങ്ങളിൽ വേരിയന്റിന്റെ ശക്തമായ വ്യാപനം വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വാക്സിനുകൾ കേസുകൾ ഗുരുതരമാകുന്നത് തടയാൻ സഹായിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. മറ്റ് സമീപകാല കോവിഡ് വേരിയന്റുകളെ അപേക്ഷിച്ച് XECക്ക് കൂടുതൽ വ്യാപിക്കാനുള്ള ശേഷിയുണ്ട്. വാക്സിനുകളിലാണ് പ്രതീക്ഷ. ശൈത്യകാലത്ത് XEC ശക്തമായ സബ് വേരിയന്റായി മാറിയേക്കാം. പനി, തൊണ്ടവേദന, ചുമ, ഗന്ധമില്ലായ്മ, വിശപ്പില്ലായ്മ, ശരീരവേദന എന്നിവയുൾപ്പെടെ മുൻകാല കോവിഡ് വേരിയന്റുകളുടേതിന് സമാനമാണ് XEC വേരിയന്റിന്റെ ലക്ഷണങ്ങളെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. വാക്സിനുകളും ബൂസ്റ്റർ ഷോട്ടുകളും ഗുരുതരമായ രോഗങ്ങളിൽ നിന്നും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിൽ നിന്നും മതിയായ സംരക്ഷണം നൽകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോനു CPIM ഒലവക്കോട് ആലങ്കോട് ബ്രാഞ്ച് സെക്രട്ടറി. സൂര്യകല 12ാം തരം തുല്യതാ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടി. രാഹുൽ ഗാന്ധിയെ അവഹേളിക്കുന്ന തരത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയതിൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം. നിർഭയ കേന്ദ്രത്തിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.